ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പലയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനാണെങ്കിൽ ഫസ്റ്റ് രേണുസുതി ഒരു 6 മെയ്യിൽ രേണുസുതി എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതികരിച്ചിരുന്നു. രേണുസുതിനെ കുറിച്ചല്ല, എനിക്കറിയാവുന്ന രേഷ്മ എന്ന വ്യക്തി, അതായത് എൻ്റെ കൂടെ പഠിച്ച രേഷ്മ എന്ന വ്യക്തിക്ക് അന്ന് എന്ത് സ്വഭാവവും കാര്യവുമായിരുന്നോ അത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അത് മോശം വീഡിയോ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ഇട്ടിരുന്നത്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നെന്ന് പറഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ അകത്തും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കള്ളം പറയുകയാണ്, നെഗറ്റീവ് കമൻറ്റ്സ് എന്ത് ചെയ്യും, ഞങ്ങൾ കുത്തിയിരുന്ന് നോക്കിയിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടില്ല, അങ്ങനെ കുറേയേറെ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് അതിൽ ഇത്രയധികം മോശം കമൻറ്റ്സ് വന്നപ്പം അതാരെങ്കിലും വീട്ടുകാർ കണ്ട പ്രശ്നമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിതെല്ലാം കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്തു. അത് സത്യം പറഞ്ഞാൽ എൻ്റെ മണ്ടത്തരമാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇപ്രാവശ്യം നെഗറ്റീവ് കമൻറ്റ്സ് എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിലൊരെണ്ണമാണ് തമ്പലയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നെഗറ്റീവ് കമൻറ്റ്സിന് മിണ്ടാതിരിക്കണോ അതോ പ്രതികരിക്കണോ, എന്താണ് മറുപടി പറയേണ്ടത് എന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അല്ലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പറഞ്ഞു തരണം, ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തുള്ള ഒരാളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ആര്യയുടെ ഒരു പോസ്റ്റ് ഞങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടു എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ ഭയങ്കര വെപ്രാളമായിപ്പോയി. അയ്യോ, ഒരുപാട് വൃത്തികെട്ട രീതിയിൽ വൾഗറായിട്ടുള്ളതാണോ, എൻ്റെ ഫോട്ടോ വെച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. കാരണം ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിൽ ഞാൻ ഓൾറെഡി ഇല്ലാത്ത ഒരാളാണ്, ആദ്യമായിട്ടാണ് ഇത്രയും ഒരു പ്രശ്നമാകുന്ന ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വെപ്രാളമായി. അപ്പോൾ ലിങ്ക് ഇട്ടോന്ന് ഞാൻ ഫേസ്ബുക്കിൽ പെട്ടെന്ന് ഒരു അക്കൗണ്ട്, എൻ്റെ ചുമ്മാ ഒരു പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഫേസ്ബുക്കിൽ കയറി നോക്കിയപ്പോൾ കണ്ട ഒരു പോസ്റ്റാണ്, ഒരു ഫോട്ടോ വെച്ചിട്ടാണ് രേണുസുതിയെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുമായിട്ട് ഏവിയേഷൻ പഠിച്ച കൂട്ടുകാരി വന്നിരിക്കുന്നു, രേണു എന്നല്ല രേഷ്മ എന്നാണ് പേര് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരാൾ റിയാക്ഷൻ ചെയ്ത വീഡിയോയുടെ തമ്പലയിലാണ് ഫേസ്ബുക്കിൽ മറ്റൊരാളെടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് പറയുകയാണെങ്കിൽ, എൻ്റെ വീഡിയോയ്ക്ക് ഒരാൾ റിയാക്ഷൻ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റിയാക്ഷനൊക്കെ എനിക്ക് കിട്ടുന്നത്. ഒരുപാട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. മായാസ് വ്ലോഗ് എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ് റിയാക്ട്. ചേച്ചി മോശമായിട്ടൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ തന്നെയാണ് ചേച്ചി പ്രതികരിച്ച് വീഡിയോ ചെയ്തിരിക്കുന്നത്. എനിക്ക് വീഡിയോയ്ക്ക് അത് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല, താങ്ക്സ് ചേച്ചി. അപ്പോൾ അതല്ല ഞാൻ പറയാൻ വേണ്ടി. അപ്പോൾ ആ തമ്പലൈൻ വെച്ചിട്ടാണ് ഫേസ്ബുക്കിൽ ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് താഴെ വന്നിരിക്കുന്ന നെഗറ്റീവ് കമൻറ്റ്സ് തീരെ മോശമായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അതിമോശമായ രീതിയിലുള്ള കമൻറ്റാണ്. അതിലൊരെണ്ണമാണ് ഞാൻ തമ്പലൈനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ തന്നെ പറ, ഇതിനൊക്കെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? ഇത് നല്ല കമൻറ്റ്സ് ആണോ? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് 2 വരി കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ചുമ്മാ നമ്മൾ വീട്ടിലിരിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായ കമൻറ്റ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ നിങ്ങൾ എന്ത് കമൻറ്റാണ് ആഡ് ചെയ്തിരുന്നത്, അതാണ് എനിക്കറിയാൻ. അതിനെക്കുറിച്ചൊരു കാര്യം അറിയണ്ട. അല്ലെങ്കിൽ അതിൻ്റെ സീമോർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ, സീമോർ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ കാണാം. ആ വീഡിയോ എടുത്ത് നോക്കിയിട്ട് ഞാൻ രേഷ്മ അല്ല പോട്ടെ രേണുസുതിനെ കുറിച്ച് ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുകയാണോ, അല്ലാതെ പുള്ളീനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്ന രീതിയിൽ ഞാൻ എന്ത് മോശം കാര്യമാണ് ആ വീഡിയോയിൽ പറയുന്നതെന്ന് നിങ്ങൾ കയറി കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് പറയുക. എനിക്കിത് പറഞ്ഞേ തീരത്തുള്ളൂ. കാരണം ഇത്രയും അധികം കമൻറ്റ്, അതിൻ്റെ അകത്താണെങ്കിൽ ഒരു പുള്ളിക്കാരി എല്ലാ കമൻറ്റ് ഇടുന്നതിൻ്റെ താഴെയും കയറി കമൻറ്റ് ഇട്ടു എല്ലാത്തിനും അഭിപ്രായം പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊന്നും വേറൊരു പണിയില്ലേ അതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ കൊണ്ടുപോയി കമൻറ്റ് ഇടാൻ? അതും ആ ചേച്ചി എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണോ അഭിപ്രായം പറഞ്ഞത്? ഇല്ല, മോശപ്പെട്ട രീതിയിൽ എന്നെ ചിത്രീകരിച്ചുകൊണ്ടുള്ള കമൻസാണ് അത് മുഴുവൻ വന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ചേച്ചിക്ക് വേറെ ഒരു പണിയില്ല, സമ്മതിച്ചു. എങ്കിലും ചേച്ചി രേണുസുതിനെ സപ്പോർട്ട് ചെയ്തോ, ഞാൻ ആരെയും മോശം പറഞ്ഞുകൊണ്ട് വരുന്നില്ല. പക്ഷേ ചേച്ചി എൻ്റെ വീഡിയോ എടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ കാണുക, കണ്ടിട്ട് ഞാൻ രേണുസുതി എന്ന വ്യക്തിനെ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മോശം വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യമേ പോയി നോക്കിയിട്ട് എല്ലാത്തിനും അഭിപ്രായം പറയാൻ നിൽക്കുക. അപ്പം ഞാൻ ഏതായാലും കമൻറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്, വായിച്ച് കേൾപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. കാരണം എൻ്റെ എതിരെ മോശം കമൻറ്റ് ഇട്ടോ ഇല്ല എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നല്ലോ, ഇപ്പം തന്നെ മനസ്സിലായി. ഫേസ്ബുക്കിൽ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ചങ്കിടിപ്പായി പോകുന്നു. ആദ്യത്തെ സംഭവമാണിത് ഇങ്ങനെ റിയാക്ട് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ ചെല്ലുന്നത്.
പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞാൻ വീഡിയോയ്ക്കകത്ത് ഒരു മോശം കമൻറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തിനെ കുറിച്ച് യാതൊരുവിധ മോശവും പറഞ്ഞിട്ടില്ല. നല്ലത് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കറിയാവുന്ന വ്യക്തിയെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. പുള്ളിക്കാരി ഇപ്പോൾ പുതിയ ലോകത്ത് പുതിയ രീതിയിൽ ജീവിക്കുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പുള്ളിക്കാരി എല്ലാവരും പറയുന്ന പോക്ക് കേസ് അങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള ടോക്ക് വന്ന സമയത്താണ് ഞാൻ പുള്ളിക്കാരനെ പ്രതികരിച്ച് പുള്ളിക്കാരൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, നല്ലൊരു വ്യക്തിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. മോശമായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അത് കാരണം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്തത്. യൂട്യൂബിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി. പക്ഷേ ഇങ്ങനെ ഫേസ്ബുക്കിലും മറ്റും ഇങ്ങനെ എൻ്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ദൈവത്തെ ഓർത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ആ നെഗറ്റീവ് ഇതാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന കമൻറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, രേണു സുധിയുടെ പേരെന്തുമായിക്കോട്ടെ പക്ഷെ നിനക്കെന്തിൻ്റെ ആണ്. വായിച്ചു നോക്കാം നിങ്ങൾ. പോടി ഓർ പോട ഒക്കെ ഓപ്ഷണൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുറവാണെങ്കിൽ മുള്ളുമുരിക്ക് ഇപ്പം കാണാനില്ലാത്തതുകൊണ്ട് കപ്പളത്തെ വലിഞ്ഞു കയറാം. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതൊക്കെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൽ എന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് അറിയാമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ അല്ലെ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ബന്ധുക്കളോടും കാര്യങ്ങളോടും ഒക്കെ ഏത് മരത്തെ കയറിയാൽ നല്ലതായിരിക്കും, ഇറങ്ങിയാൽ നല്ലതായിരിക്കും എന്നൊക്കെ നിങ്ങൾ അവരോട് പോയി പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ബാക്കിയുള്ളവരെ എനിക്ക് ഈ കമൻറ്റ് ഇട്ടേക്കരുത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പലരും വീഡിയോ എടുത്ത് കാണാതെ ഒരു പോസ്റ്റ് മാത്രം കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത്. ഇത്രയും മോശം കമൻറ്റിന് റിപ്ലൈ കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ പറ. ഇതിലും മാന്യമായിട്ട് ഇതിന് റിപ്ലൈ കൊടുത്തത് വേറെ ആരും കാണത്തുമില്ല, അത് വേറെ കാര്യം. നെക്സ്റ്റാണ്, അവരെങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ, അസൂയയ്ക്കും കഷണ്ടിക്കും വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, രേണു സുധി എന്ന വ്യക്തിയോട് എനിക്ക് എന്തിൻ്റെ അസൂയ? അല്ല ഞാൻ ചോദിക്കട്ടെ, ആ വ്യക്തിയോട് ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നത്? അതിനും വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അസൂയപ്പെടാൻ വേണ്ടി മാത്രം ചേച്ചിക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവരവരുടേതായ ജീവിതം ജീവിക്കുന്നത്, ഞാൻ എൻ്റേതായ ജീവിതം. അതിന് അസൂയപ്പെടാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ തന്നെ വീഡിയോ കണ്ടിട്ട് മറുപടി ഇടാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ആ പെണ്ണ് ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തില്ല അതിനാണെന്ന്. ഞാൻ പുള്ളിക്കാരത്തിയോട് ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യാനോ ജീവിക്കരുതെന്നോ പോയി ചാവാനോ ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സപ്പോർട്ട് ചെയ്താണ് ഒരു വീഡിയോ ഇട്ടത്. അതിന് എന്തൊക്കെയാണ് കേൾക്കേണ്ടതെന്ന് നോക്കിയാൽ ഈ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ആദ്യത്തെ അത്രയും വൾഗറായിട്ടുള്ള കമൻറ്റ് ബാക്കി ഒന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്ന കമൻറ്റാണ്, വേറെ പണിയൊന്നുമില്ല നിനക്കൊക്കെ, രേണു 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 ഇത് മാത്രമേ ഉള്ളൂ. ആ കൊച്ച് അതിൻ്റെ ജോലി ചെയ്യുന്നത് നിനക്കൊക്കെ കൊശുമ്പ് അല്ലാതെ എന്താണ്? മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന കുറേ തെണ്ടികളെന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. പിന്നെ രേണു സുധി ചെയ്യുന്ന ആ കൊച്ചെന്ന് പറയുന്നില്ല, ആ കൊച്ച് ചെയ്യുന്ന ജോലി എനിക്ക് ചെയ്യാനോട്ട് ആഗ്രഹവുമില്ല. അതുകൊണ്ട് എനിക്ക് ആ ചെയ്യുന്ന ജോലിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ കുശുമ്പുമില്ല. കാരണം ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അത് കാരണം എനിക്ക് ആ കൊച്ചിനോട് യാതൊരുവിധ കുശുമ്പും തോന്നേണ്ട കാര്യമില്ല കേട്ടോ. ഇതിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത്, എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ യോഗ്യത കൂടി നിങ്ങൾ വിലയിരുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ ഭാഗമാണ് ക്ലിയർ ചെയ്യുന്നത്, ബാക്കിയുള്ള ആൾക്കാരുടെ ഭാഗങ്ങൾ അവർ ക്ലിയർ ചെയ്തോളൂ. എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഈ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നത്. എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തി വർത്താനം പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോസ്റ്റ് കാണുമ്പോൾ അതിന് താഴെ കമൻ്റ് ഇടാതെ വീഡിയോ പോയി എടുത്ത് കാണുക. അതിൻ്റെ അകത്ത് 2 ഫോട്ടോയിൽ കാണിക്കുന്ന ഞങ്ങൾ 2 പേരാണെങ്കിലും ഒരു മോശമായിട്ട് ഒന്നും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഒരു കാര്യവും അറിയാതെയാണ് നിങ്ങൾ കമൻ്റ് ഇടുന്നത്. പിന്നെ എല്ലാവരുടെയും യോഗ്യതയൊന്നും ഈ കമൻറ്റ് സെക്ഷനിൽ വന്ന് വെളിപ്പെടുത്തിയിട്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ആണ് കേട്ടോ, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടാണ് ഇവരെ കുറ്റം പറഞ്ഞ് നടക്കുന്നതെന്ന്. ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോകുന്നില്ല കേട്ടോ. ഈ പറയുന്ന ചേച്ചി കൊണ്ടുപോയി എന്നോ ഭക്ഷണം കൊടുക്കുന്ന കാര്യം എനിക്ക് അറിയത്തുമില്ല. അതുകൊണ്ടായിരിക്കില്ല ചേച്ചി ഒന്ന് കമൻറ്റ് ഇട്ടത്. ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടായിരിക്കും കമൻറ്റ് ഇട്ടത്. ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. ഏതായാലും ഞാൻ കുറ്റമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. അത് കാരണം പിന്നെ അതിൻ്റെ പുറകെ കൂടെ പഠിച്ച കൂട്ടുകാരുടെ ഭർത്താവ് മരിച്ചപ്പോൾ ഒരു ആശ്വാസവാക്ക് പറയാൻ ഇവൾക്ക് നാവില്ലായിരുന്നു. ഇപ്പോൾ അവരെ 4 ആൾ അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിട്ട്, കൂടെ പഠിച്ച കൂട്ടുകാരിയുടെ ഭർത്താവ് സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന സമയത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലെ ആശ്വാസവാക്കുകൾ പങ്കുവച്ചിരുന്നെങ്കിൽ നീയൊക്കെ നല്ല കമൻറ്റ് ഇടുമായിരുന്നോ? നീ ഒന്നും നല്ല കമൻറ്റ് ഇടാൻ പോകുന്നില്ല. പിന്നെ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയമാണ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോലും യാത്ര ചെയ്യാൻ പറ്റാതെ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ വക കാര്യങ്ങളല്ലേ തന്നെ നിങ്ങളെ ആരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോൾ തന്നെ വന്ന് അത്രയും വൾഗറായിട്ട് പറഞ്ഞത് കൊണ്ട്, അപ്പം എൻ്റെ കൂടെ പഠിച്ചതല്ലേ, അപ്പം ഞാൻ പറയുമ്പോഴെങ്കിലും ആൾക്കാരൊക്കെ ഒരു മതിപ്പുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ മോശം ഒരു വാക്കുമല്ല പറഞ്ഞത്, നല്ല രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടത്. ആളുടെ സ്വഭാവം നല്ലത് എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടത്. അത് കൂട്ടുകാരി എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് എനിക്ക് ഓർത്താച്ചാൽ മതി. അല്ലാതെ ഇതുപോലെയുള്ള കമൻസിനൊന്നും മറുപടി അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്.
അടുത്താണ്, നീയാണോ ഈ സുധിയുടെ ആദ്യ ഭാര്യ? കുറേ ഊളകൾ ഇറങ്ങിക്കോളും. ഞാൻ സുധിയുടെ ആദ്യ ഭാര്യയാണോ അതോ രണ്ടാം ഭാര്യയാണോ മൂന്നാം ഭാര്യയാണോ എന്നൊക്കെ നിങ്ങൾ രേണു സുധി എന്ന വ്യക്തിനെ കാണുമ്പോൾ നേരിട്ട് ചോദിക്കുക. അപ്പോൾ അതിനുള്ള മറുപടി കിട്ടിക്കോളും, ഞാൻ ആദ്യ ഭാര്യയാണോ എന്നൊക്കെ ഉള്ളതൊക്കെ. മര്യാദയ്ക്ക് സംസാരിക്കണം. കാരണം ഒരു പോസ്റ്റ് കണ്ടാൽ ഉടനെ ഇതുപോലെയുള്ള കമൻസുകളല്ല ആ നെക്സ്റ്റ് കമൻറ്റാണ് കേട്ടോ. ഓ മൈ ഗോഡ്, ഇതേത് സീതാദേവി എന്ന് ചോദിച്ചാൽ അതിനൊരാളെ ഇട്ടിട്ടുണ്ടോ? നിങ്ങളാണോ ഹരിചന്ദ്രൻ ബ്രഹ്മാവ്? സത്യമാണ്, നിങ്ങളാണോ പുള്ളി? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. എങ്ങനെയെങ്കിലും 10 പേര് അറിയണം, അങ്ങനെ രേണു മാത്രം ഫേമസ് ആവേണ്ട, അത്രേ ഉള്ളൂ. ഞാൻ ചേട്ടാ 10 പേര് അറിയാൻ വേറെ ഒരുപാട് വഴികളുണ്ട്, അതിന് രേണുവിനെ പിടിക്കേണ്ട കാര്യമില്ല. ശരിക്കും ഇവൾ ആരാണ്? നാണം ലേശുളുപ്പ് ഇല്ലയോ ഇവൾക്കെന്ന്? എനിക്ക് നാണമുണ്ടോ ഉളുപ്പുണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ ആരെങ്കിലും രക്ഷപ്പെട്ടു പോയെങ്കിൽ അപ്പോൾ തുടങ്ങും ഇങ്ങനെ കുറയണം, പട്ടി തിന്നുകയില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല. ഇതിൻ്റെയൊക്കെ മറുപടി പറഞ്ഞാൽ അധികമായിപ്പോവും. മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പോയാൽ നമുക്ക് പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അതാണ് ഇത്രയും ഇങ്ങനെ നെഗറ്റീവ് കമൻസ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കമൻറ്റ് പോട്ടെ, കുഴപ്പമില്ല. രണ്ടാമത്തത് പൂ കൂട്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അതൊക്കെ അവൻ തന്നെ കണ്ണാടി നോക്കി വിളിക്കുന്നതായിരിക്കും ബെസ്റ്റ്. മൂന്നാമത്തെ, സ്വന്തം മന്ത മൂടി വെച്ച് മറ്റുള്ളവൻ്റെ തുണി പൊക്കി നോക്കാൻ നടക്കുന്ന വിദ്യാസമ്പന്നർ. എൻ്റെ ദൈവമേ മതി, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പ്രശസ്തയാവാൻ ക്ലാസ്മേറ്റും വഴി കണ്ടു. കണ്ടെങ്കിൽ എന്താ, അതെൻ്റെ കഴിവാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അത് റീച്ച് കിട്ടിയെങ്കിൽ അത് എൻ്റെ കഴിവാണ്. ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ കഷ്ടപ്പെട്ട വീഡിയോ ആയിരുന്നു ചെയ്തത്. അതിൻ്റെ അകത്ത് എനിക്ക് വലിയ മോശമൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇത് നെക്സ്റ്റ് കമൻറ്റാണ്. അജിത സുനിൽ എന്ന് പേരെടുത്ത് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമൻറ്റിൻ്റെയും താഴെ ഈ പെണ്ണുമ്പുള്ള വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇവളുമാർക്ക് രേഷ്മയെ തറ പറ്റിക്കാൻ കിട്ടുന്നില്ല, അതിൻ്റെ കടിയാണ്. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ അലയണം, അതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. രേണു ശരിയോ തെറ്റോ ഒറ്റയ്ക്ക് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നു, ബിഗ് സല്യൂട്ടെന്ന്. ഇവരൊക്കെ ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഇവരൊക്കെ ആരാണ്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ സപ്പോർട്ട് ചെയ്താണ്. അതിൻ്റെ താഴെ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ പൊന്നു ചേച്ചി ഇത്രയും മോശം പറയില്ല, ദൈവത്തെ ഓർത്ത്, കൂട്ടുകാരി ഞാനാണ്, ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടവർക്ക് സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർ എല്ലാ വീഡിയോയ്ക്ക് താഴെ ഇതുപോലെ മോശം കമൻറ്റ് പറഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു. വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു മോശം പോലും ആ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വീഡിയോ കാണുക പോലും ചെയ്യില്ല. ഒരു പോസ്റ്റ് കണ്ട ഉടനെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങി. എന്ത് യോഗ്യതയാണ് ഇതിനൊക്കെ ഉള്ളത് സപ്പോർട്ട് ചെയ്യാൻ? അതിൻ്റെ താഴെ വേറൊരു പെൺകുട്ടി വന്ന് കമൻറ്റ് ഇട്ടാണ്, ശരണ്യ ശശിധരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെങ്കിലും ഒരു ബോധമുണ്ടെന്ന് പറയാം. ഞാൻ കണ്ടു, നല്ല കാര്യമാണ്. പലരും ക്യാപ്ഷൻ വായിച്ചാണ് കമൻ്റ് ഇടുന്നത്. ലിങ്ക് തുറന്നാലല്ലേ സത്യം മനസ്സിലാവും. സത്യമാണ്, ആരും ലിങ്ക് തുറക്കുന്നില്ല, അതാണ്. അപ്പം നിങ്ങൾ കമൻ്റ് എല്ലാം കണ്ടല്ലോ. കമൻറ്റിൻ്റെ എൻ്റെ അഭിപ്രായം കിട്ടി. ഇതിനെക്കാട്ടി മോശം രീതിയിൽ അഭിപ്രായം പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ അവർ പറയുന്ന അത്ര മോശമാവാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എന്നിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനിയല്ല, ഇതിലും അപ്പുറം കമൻ്റ് ഉണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നത് കൊണ്ടാണ് ബാക്കി കമൻറ്റിന് ഞാൻ റിയാക്ട് ചെയ്യാത്തത്. ആദ്യത്തേത് പോലെ അത്രയും വൾഗർ അല്ല എങ്കിലും തെറി കമൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ കമൻറ്റ് അത് തീരെ മോശം കമൻ്റ് ആയിരുന്നു. അത് എന്നെയല്ല, പോസ്റ്റ് ഇട്ട ആളെയാണോ അതോ മറ്റേ ചേച്ചിനെയാണോ, ആരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ആ കമൻറ്റ് തീരെ മോശപ്പെട്ട കമൻ്റാണ്. പിന്നെ രേഷ്മ എന്ന പേര് ഞാൻ പറഞ്ഞത് വലിയൊരു തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതിലും ഉപരി പുള്ളിക്കാരത്തിനെ സപ്പോർട്ട് ചെയ്തത് വലിയൊരു തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് കാരണമാണ് ഇത്രയും മോശം കമൻറ്റ്, ഇത്രയും എൻ്റെ ഫോട്ടോ വെച്ച് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റുകൾ പ്രചരിക്കും. പിന്നെ കുറേ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് കേട്ടോ, റീച്ച് കിട്ടാൻ വേണ്ടിയല്ലേ രേണു സുധിയുടെ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നതെന്ന്. നിങ്ങൾ ഈ കണ്ടന്റ് എനിക്ക് ഉണ്ടാക്കി തരുന്നതുകൊണ്ടാണ് ഈ കണ്ടന്റ് ഞാൻ വീണ്ടും ചർച്ച ചെയ്യുന്നത്. ഇതുപോലെയുള്ള നെഗറ്റീവ് കമൻസും ഫേസ്ബുക്കിലൂടെ ഇങ്ങനെയുള്ള ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഉള്ള കാര്യങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും വരത്തില്ല. സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്. ഇനിയെങ്കിലും ഞാൻ ദയവ് ചെയ്ത് പറയാണ്, എവിടെയെങ്കിലും ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ലിങ്കിൽ കയറി നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഒരാളെ കുറിച്ച് അഭിപ്രായം പറയാൻ വരിക. അല്ലാതെ ഇത്രയും മോശം കമന്റുകൾ ഇടാതിരിക്കുക. ഇപ്പം ഇതിന് താഴെ ഇനി നെഗറ്റീവ് കമന്റ് വരുമോ ഇല്ല എന്നാണ് അറിയാത്തത്. എന്തായാലും എൻ്റെ അക്കൗണ്ടാണ്, ഞാൻ വീഡിയോസ് ഇടുക തന്നെ ചെയ്യും.